Good morning to all. Good morning, Miss. Good morning, ma'am. Morning. Okay, start ചെയ്യാം ട്ടോ. Start with prayer. A very good morning and a warm welcome to everyone. Let's begin with a song of praise and gratitude. I would like to welcome Binisha for prayer. Good morning, ma'am. Good morning, friends. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Thank you, Binisha. Now let's welcome Sindhu to share their insightful thought of the day with us. Welcome, Sindhu. Good morning, ma'am. Good morning, friends. Silence and smile are two powerful tools. Smile to solve problems and silence to avoid problems. APJ Abdul Kalam. Sorry, to sign in പറയാൻ മറന്നുപോയേ. I would like to call upon Bismaya for signing. Good morning to all. I warmly welcome Ashwati ma'am and all my friends who joined to be part of today's class. Make this opportunity to learn and grow together. Thank you. Thank you, Bismaya. I would like to welcome Denjini to present today's news headline. Good morning, ma'am. Good morning, all. Today news headline. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്. ശബരിമല യുവതി പ്രവേശം വേണ്ട, നിലപാട് മാറ്റി ദേവസ്വം ബോർഡ്. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകും. 3 USF-15E വിമാനങ്ങൾ തകർന്നു. ഇറാനിൽ മരണം 555. ഒമാനിലെ ഇറാൻ ആക്രമണം, 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമം രേഖകൾ വ്യാഴാഴ്ച ഹാജരാക്കണം. ക്രമക്കേട് കണ്ടാൽ നടപടി ഉറപ്പ്, ഹൈക്കോടതി. ഭാഗികമായി പുനരാരംഭിച്ച് വിമാന സർവീസുകൾ. ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ട് സർവീസ്. പശ്ചിമേഷ്യൻ സംഘർഷം ശമനമില്ലാതെ 3ാം നാൾ. വഴിയടഞ്ഞ് സമാധാനം. ആക്രമണം തുടരുമെന്ന് US. ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ ആക്രമണത്തിൽ LNG എണ്ണ പ്ലാന്റുകൾ അടച്ചു. ടെഹ്റാനിൽ ഗാന്ധിജിയുടെ പേരിലുള്ള ആശുപത്രി തകർത്തു. കായികം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി 100 ദിവസം. ഓക്കെ, താങ്ക് യു. Thank you, Renjini. Okay, so once again, good morning to all.
അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീണ്ടും കയറേണ്ടി വരുന്നു ക്ലാസ്സിൽ. ഓക്കെ, സ്ട്രെങ്ത് കുറവാണല്ലോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും? ഓക്കെ ഓക്കെ. ഞാൻ മീൻസ് ഇപ്പോ എന്റെ ക്ലാസ് പെട്ടെന്ന് ഇതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുമ്പോ നിങ്ങളെ ഇൻഫോം ചെയ്യണ്ട, അങ്ങനെ ചെയ്യണോ? ഇത് പറയുന്നു നിങ്ങള് ചെയ്താൽ കൊള്ളാന്നുണ്ടോ? കാരണം ഞാൻ എങ്കിലും കുറച്ച് വർക്ക് ചെയ്യാൻ നിന്നോണ്ടാണ് കേട്ടോ. പെട്ടെന്ന് കയറി വരുമ്പോ നിങ്ങളിൽ കുട്ടിയോട് ആയിരിക്കില്ലേ, ഇൻഫോം ചെയ്യണോ? ചെയ്താൽ കൊള്ളാല്ലേ? അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറാൻ ഭയങ്കര മടിയാട്ടോ. കാരണം ഇംഗ്ലീഷിന് പ്രതീക്ഷിച്ച് വരുന്നവർ ക്ലാസ്സിൽ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എങ്ങനെ ഇൻഫോം ചെയ്യും? ചിലപ്പോ ഇന്ന് മിസ് ലീവാണ്, അശ്വതി മിസ് ലീവാണ്, മിസ്സിന് വയ്യാതിരിക്കുകയാണ്, അപ്പൊ പെട്ടെന്നാണ് നമ്മള് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യും പറയുന്നത്. ചിലപ്പോ നിങ്ങളുടെ ക്ലാസ് 10:30 കാണുള്ള ക്ലാസ്, ആ ടൈമിലൊന്നും ആയിരിക്കില്ല ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്, അതിനുശേഷം ആയിരിക്കും. അപ്പൊ ക്ലാസ് റൂം എനിക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഞാനായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. സോ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയില്? മിസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നോണ്ട് കുഴപ്പമില്ല, മിസ്സിന്റെ ക്ലാസ് കേൾക്കാൻ ഇഷ്ടാ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർക്ക് ഉള്ളപ്പോ ഞങ്ങൾക്ക് പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടിട്ട് മാത്രമേ ഇന്നെന്താ ഇന്നിപ്പോ നമ്മൾ എന്താ ക്ലാസ് എടുക്കാം? പ്രിപ്പയർഡ് ആണോ നിങ്ങള്? ഫ്രേസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല മിസ്, അത് ഇന്ന് പിന്നെ അശ്വതി മിസ് സെമിനാർ പറഞ്ഞിരുന്നു, അപ്പൊ അത് പ്രിപ്പയർ ചെയ്തിട്ടാ വന്നത്. അപ്പോ നാളെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ബാക്കി ചെയ്തിട്ടുമില്ല. അതൊക്കെ എന്തായാലും ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഏറെ മാർക്കൊന്നുമില്ല, ഇൻഫോം ചെയ്യാനൊന്നും പറ്റില്ല. ഞാനും നോക്കിയായിരുന്നു മിസ്സേ, പക്ഷെ മിസ്സിന്റെ എനിക്ക് കിട്ടിയില്ല. ടൈം ഒന്നുമില്ല, ആയിട്ട് തരും. ഇപ്പൊ തരാം ഞാൻ ഓപ്പൺ ആയിട്ട്. കണ്ടുപിടിക്കൂ പെട്ടെന്നായിട്ട്. കുറച്ചൊക്കെ ബുദ്ധി പ്രയോഗിച്ചാൽ കിട്ടും. ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, അതൊരു കാര്യം. എനിക്ക് ഇതേപോലെ ഓരോ ക്ലാസ്സിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് കണക്റ്റഡ് ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ പറയാൻ പറ്റും. അതുകൊണ്ടാണ്. കാരണം ഞാൻ ഇന്ന് ആലോചിച്ചു, അയ്യോ ഇന്നലെ അഡ്ജസ്റ്റ് ചെയ്തപ്പോ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്ത് വരായിരുന്നു, ക്ലാസ് ഒന്നും മിസ് ചെയ്യില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അറിയില്ലല്ലോ, ഒരുപാട് സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങള് ഞാനെങ്ങനെ കണ്ടുപിടിക്കാനാ? അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചു. അല്ലാണ്ട് എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ചോദിച്ചല്ല കേട്ടോ, ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ ഇന്ന്? പറയൂ, എന്താ ചെയ്യും? നാളെ മിക്കവാറും എന്റെ ക്ലാസ് ആയിരിക്കില്ല. ഞാനത് എന്റെ ക്ലാസ് മിക്കവാറും ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യും. കാരണം എന്നെ ഈ ആഴ്ചയില് 3 ദിവസവും നിങ്ങൾ എന്നെ സഹിക്കണ്ടേ? ഷോ, ഇന്ന് ആലോചിച്ചെങ്കിൽ ആകെ 5 ദിവസം ക്ലാസ് ഉള്ളൂ, അതിൽ 3 ദിവസം എന്നെ കാണണം. അതുകൊണ്ട് ഞാൻ മിക്കവാറും എന്റെ ക്ലാസ് ഞാൻ കൊടുക്കും കേട്ടോ, ആർക്കെങ്കിലും കൊടുക്കും. മാമിന്റെ ക്ലാസ് നല്ല രസമാണ്. ഞാനും ബോറടിക്കില്ല ഇത്, ഒരു ഫേസ് തന്നെ എപ്പോഴും കാണുമ്പോ. ഇല്ലാന്ന് പറഞ്ഞാലും ഇല്ല മാം, ഒട്ടും ബോറിംഗ് അല്ല. മാമിന്റെ ക്ലാസ് ആകുമ്പോ പ്രത്യേകിച്ച് ഒട്ടും ബോറിംഗ് അല്ല. അതെ, എന്നാലും അങ്ങനെ അല്ലല്ലോ. ഷോ, ഓക്കെ, ബോറിംഗ് അല്ല. എന്നാലും ഞാൻ നാളെ കൊടുക്കും. ഞാൻ നാളെ വരില്ല കേട്ടോ, ഞാൻ നാളെ അപർണാസ് ആയിരിക്കും. നോക്കട്ടെ ഞാൻ. ഓക്കെ, എന്തായാലും ഞാൻ അതെങ്ങനെ ഇൻഫോം ചെയ്യും. ഞാനിപ്പോ എന്തായാലും ക്ലാസ് വേണേക്കാൾ മുന്നേ ഞാൻ പറയാം. നാളെ ഞാനായിരിക്കോ ഇല്ലയോ ഞാൻ ഇൻഫോം ചെയ്ത് പറയാം. ഓക്കെ, പിന്നെന്താ ഇനി എന്താ ക്ലാസ് എടുക്കുക? അഡ്ജക്റ്റീവ്, ആഡ്വേർബ്. അഡ്ജക്റ്റീവ് ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇനി ആഡ്വേർബ് ആണ്. ഫ്രേസ് ഏകദേശം ഒന്ന് കഴിഞ്ഞു അല്ലെ, എന്നാലും കുറച്ചുകൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചാപ്റ്റർ കഴിയും. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഷെയർ ചെയ്തത് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണെങ്കിലും ഹാൻഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും പറയൂ. Tell me about your experience.
തുടക്കത്തിലൊരു പേടിയായിരുന്നു, പക്ഷെ എടുത്ത് പോയപ്പോ പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണെന്നറിയോ? അപ്പൊ മലയാളത്തിലാണ് മിക്കതും നിങ്ങൾ എല്ലാവരും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഈ മലയാളം യൂസ് ചെയ്യാൻ തെറ്റൊന്നുമില്ല. മലയാളം യൂസ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ ഇംഗ്ലീഷും കൂടെ അത് കുറച്ചുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ പറ്റോ. അത് ഞാൻ ഇപ്പൊ നിർബന്ധിക്കാതെ പറഞ്ഞോണ്ടല്ല കേട്ടോ. നമ്മൾ ടെൻസിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. നിങ്ങൾ യൂസ് ചെയ്യുന്ന സെന്റൻസ് ഓക്കെ ആണ്, കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് പറയുന്നതിൽ തെറ്റൊന്നും കുഴപ്പമൊന്നും തോന്നില്ല. മിസ്റ്റേക്ക് ഓരോന്നൊരു ടെൻഷൻ ഒക്കെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിർബന്ധിക്കാൻ കേട്ടോ. പക്ഷെ ഇനിയും ക്ലാസ് ഇങ്ങനെ വേണം എന്ന് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടോ? ഇതിൽ ക്ലാസ് എടുക്കാത്തവരാരൊക്കെയാ പറയാവോ? ക്ലാസ് തരാൻ വേണ്ടി ചോദിച്ചല്ല കേട്ടോ. ക്ലാസ് എടുക്കാത്തവരാരൊക്കെയാ? ഒരുപാട് ഞാൻ പേരുണ്ടോ? എടുത്തിട്ടില്ല മാം. എടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ ആരൊക്കെയാ? ഞാൻ എടുത്തിട്ടില്ല മാം. എടുക്കാത്തവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടോ? ഇവര് ക്ലാസ് എടുക്കുമ്പോ അശ്വ എനിക്കും കൂടെ വേണമായിരുന്നു, എനിക്ക് ക്ലാസ് എടുക്കണം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആണോ? പറയണ്ടേ? സീരിയസ്ലി അതിനെടുക്കാൻ താല്പര്യം ഉണ്ടോ ആർക്കെങ്കിലും? എത്ര പേരുണ്ട് നോക്കട്ടെ. നമുക്ക് ഏതൊരു ചാൻസ് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ചാൻസ് കിട്ടണമെന്നില്ല കേട്ടോ. കിട്ടുന്നതാണെങ്കിലോ ഒട്ടും മാക്സിമം മിസ്യൂസ് ചെയ്യാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ആർക്കൊക്കെയാണ് ക്ലാസ്സിൽ ടെസ്റ്റ് ഒന്ന് പറയും, ഒന്ന് പേര് ടെക്സ്റ്റ് ചെയ്തേ. മാർഗമായിട്ട് പറയൂ, എന്റെ നിർബന്ധം കൊണ്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമാണോ, ക്ലാസ്സിൽ എത്താൻ കൊള്ളാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ജെന്യൂൻ ആയിട്ട് ആഗ്രഹിക്കുന്നവര് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ടെക്സ്റ്റ് ചെയ്യാനേ നോക്കട്ടെ എത്ര പേര്. ടീന, സെറീന, ആണോ നിങ്ങൾ രണ്ടുപേരും? ഇല്ല, ആരുമില്ല. ആലോചിക്കുകയാണ് മിസ് എന്ത് പണി തരും ആലോചിക്കായിരിക്കും. എന്തോ ഒരു പണി വരുന്നുണ്ട്. എങ്ങനെയാണോ? എന്തോ ഒരു പണി വരുന്നുണ്ടല്ലോ. താല്പര്യമില്ല കേട്ടോ, ഞാൻ ആരില്ല തോന്നി എനിക്കത്. ഓക്കെ, ഡാഡീസ് വന്നു. ഇനി ആരൊക്കെയുണ്ട്? നമ്മള് പഠിക്കാത്ത കാര്യങ്ങൾ പഠിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതൊരു ചെറിയ പണി തന്നെയാ, എന്നത് ഞാൻ പറയുന്നില്ല. ഏതൊരാളും എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പണിയെടുക്കാതെ വന്നവരല്ല കേട്ടോ. അതുകൊണ്ട് പണി വരും എന്ന് പ്രതീക്ഷിച്ചാലും പറയാതിരിക്കണ്ട. ആ പണികളെല്ലാം നമുക്ക് പിന്നീട് എന്താ പറയാ അല്ലെ, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതിപ്പോ അല്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അഡ്ജക്റ്റീവ് എടുത്തവരെവിടെ? അഡ്ജക്റ്റീവ് ക്ലാസ് എടുത്തവരെവിടെ? ക്ലാസ്സിലുണ്ടോ അഡ്ജക്റ്റീവ് ടീച്ചേഴ്സ്? എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അഡ്ജക്റ്റീവ്? നിങ്ങൾ പഠിച്ചു സെറ്റാണ് അല്ലെ? എങ്ങനെ ചോദിച്ചാൽ അഡ്ജക്റ്റീവ് പറയും. അതാണ് മറക്കില്ല. നമ്മൾ പഠിക്കുമ്പോ ആ സമയം ഞാനാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ഷുവർ ആയിട്ട് പറയില്ല. എനിക്ക് അറിയാം ഞാൻ പഠിപ്പിക്കാൻ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇത്രത്തോളം ഉറപ്പുണ്ടാവില്ല. ഇത് നിങ്ങൾ തന്നെ പഠിച്ചാണ്. നിങ്ങൾക്ക് എങ്ങനെയും ചോദിച്ചാലും ആരൊക്കെ ഡൗട്ട് ചോദിച്ചാലും അത് സോൾവ് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. ശരിയല്ലേ മാം? നമ്മള് അഡ്ജക്റ്റീവ് ഫ്രേസിലേക്ക് പോയപ്പോ എന്താണ് ഫ്രേസ് എന്ന് അന്വേഷിക്കാൻ പോയി. അപ്പൊ ഫ്രേസ് എന്താണെന്ന് മനസ്സിലായി. ദെൻ ക്ലോസ് പഠിപ്പിക്കാൻ പോയപ്പോ അപ്പൊ എന്താണ് ഈ ക്ലോസ്? ദെൻ ക്ലോസിലേക്ക് പോയി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അഡ്വർബ് ഫ്രേസ് ഒക്കെ പറഞ്ഞപ്പോ ഈ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, മോർ ദാൻ വൺ വേർഡ് ആണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡൗട്ട് വന്നത്. അപ്പൊ നമ്മളിങ്ങനെ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ നമുക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ കിട്ടും. ഒരു ടോപ്പിക് എടുക്കുന്നുണ്ടെങ്കിലും കൂടിയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതാണ് ഏറ്റവും വലിയ ഗുണം. ആരൊക്കെ എപ്പോഴൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ക്യാപ്പബിൾ ആണ്, എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമ്മളിങ്ങനെ പോകും അന്വേഷിച്ച് അറിവ് ഇങ്ങനെ തേടി 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 പോവാണ് പല രീതിയിലാണ്. ഞാൻ ജെമിനി, അതേപോലെ തന്നെ ഗൂഗിൾ, യൂട്യൂബ്, അതുപോലെ എന്റേതായിട്ടുള്ള ബുക്സുകൾ എല്ലാം അന്വേഷിച്ചു. അപ്പൊ ശരിക്കും ഒരു ക്ലാസ് എടുക്കാനായിട്ട് എങ്ങനെ നമ്മൾ പോകുന്നോ അതുപോലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു ചെയ്തത്. ഏറ്റവും അവസാനം നമ്മൾ ക്ലാസ് എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സ് പറയാണ് മനസ്സിലായിട്ടോ, ക്ലാസ് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അത് അതിന്റെ മറ്റൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യല്ലേ. അതുകൊണ്ട് ഞാൻ പറയാണ് ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടി എടുക്കാത്തവരും കൂടി ഒന്ന് മുന്നോട്ട് വന്ന് അത് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റൈലും നമ്മൾക്ക് മനസ്സിലാകും. നമ്മള് ഒന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റൈലിലാണ് എടുക്കുന്നത്, നമ്മുടെ ഒരു സ്ലാങ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റ് വീഴുന്നുണ്ടോ. ഇപ്പൊ എനിക്കൊക്കെ ഭയങ്കര സ്പീഡ് ആയതുകൊണ്ട് പലപ്പോഴായിട്ട് ഭയങ്കര തെറ്റൊക്കെ വീഴും. അപ്പോൾ അതൊക്കെ നമ്മളായിട്ട് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെയും അത് ഒന്നുകൂടി മോഡിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും, നന്നാക്കാൻ ശ്രമിക്കും. അപ്പൊ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. വളരെ യൂസ്ഫുൾ ആയിരുന്നു മാം. നമുക്ക് നമ്മുടെ മോഡുലേഷൻ തന്നെ മാറും ക്ലാസ് എടുക്കുമ്പോൾ. നമ്മളെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്, അല്ലെ? നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അത് മാറുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു നമ്മള് അന്വേഷിക്കുന്ന ടോപ്പിക് ആണെങ്കിലും ആ ടോപ്പിക്കിലൂടെ നമ്മൾ പല വഴിയിലൂടെ പോകും. അതായത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും നമുക്ക്. കാരണം നമ്മൾ ഓരോ ടോപ്പിക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും ആ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു പോവാണ്. അങ്ങനെ പഠിക്കുമ്പോഴും നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകും, കണക്ട് ചെയ്ത് പോകും. കാരണം അത് കണക്ട് ചെയ്ത് പോവാൻ കാരണം നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും പറയാറുണ്ട്. മീൻസ് നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് വരും. നമ്മൾ പിന്നീട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ എടുക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വീഡിയോ മാത്രം നിങ്ങൾ കാണും, അതിൽ കണക്ട് ചെയ്യാൻ നമ്മൾ പോകില്ല. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാരണം അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോ നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആവുന്നുണ്ടാവുക ചാൻസ് കുറവാണ്. നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് ഈസി ആയിട്ട് ഓക്കെ അത് ഇങ്ങനെയാണ് എന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, അല്ലെ? ഇപ്പോ നിങ്ങൾ ഓരോ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു ബേസിക് നിങ്ങൾക്ക് കിട്ടി എന്നർത്ഥം. ഓക്കെ, ആ ബേസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വേറൊരു കാര്യങ്ങൾ കാണുമ്പോഴും വീഡിയോസ് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഒരു കഴിവാണ്. മീൻസ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന്റെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി എവിടെ തുടങ്ങിയാണ് നൗ. ഇപ്പൊ എല്ലാവരും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചവരാണ്, അല്ലെങ്കിൽ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നൗ എന്താണെന്ന് ചോദിക്കുമ്പോ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം നാമം എന്നാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സിലും ഞാൻ പോയി ചോദിച്ച ചോദ്യമാണ് വാട്ട് ഈസ് നൗ. നൗ എന്ന് പറയുമ്പോൾ കേട്ട പാതി കേൾക്കാതെ പോയില്ല, മിസ്സേ നാമമാണ് നാമം. പക്ഷേ അതിനെ എലാബറേറ്റ് ചെയ്ത് ആരും സംസാരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിയല്ലേ? എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നൗൺ എന്താ? നാമമാണ്. അത്രയേ ഉള്ളൂ, അതിനെ കുറിച്ച് അത്രേ അറിവുള്ളൂ. ആ അറിവ് മതിയായിരുന്നോ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കി, ആ ഒരു അറിവ് മതിയായിരുന്നോ? ഒരിക്കലല്ല കേട്ടോ. നമ്മള് നാമം എന്ന് പറയുമ്പോ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് മലയാളം പോലും വ്യക്തമായിട്ട് അറിയില്ല. നാമം എന്ന് പറയുന്നത് നെയിമാണ്. ഈ നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിക്ക് ചെയ്യും, അല്ലെ? നൗൺ ഇസ് എ നെയിം ഓഫ് എനിത്തിങ്. അത്രയേ ഉള്ളൂ. അതാണ് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റുള്ള എല്ലാ വസ്തുവിന്റെ പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത്. അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്ന രീതി എന്തായിരുന്നു? നൗൺ എന്ന് പറയുന്നത് നാമമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് നാമം എന്ന് പറയുന്നത് അറിയാം എന്ന് അവർ വിചാരിക്കുന്നു. പക്ഷെ നമുക്ക് അറിയായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. ഞാനൊക്കെ പണ്ട് പഠിക്കുമ്പോൾ നൗൺ നാമം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അന്നൊക്കെ നാമം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയും പഠിപ്പിക്കാം, ഇങ്ങനെയും നമുക്ക് പഠിക്കാം. ഇങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടത്, അല്ലെ? കാരണം എനിക്ക് നാമം എന്താണെന്ന് അറിയാം എന്ന് വിചാരിക്കൂ. നാമം എന്താണെന്ന് എനിക്കറിയാം. സോ ഞാൻ പഠിപ്പിക്കുന്നതും അങ്ങനെയായിരിക്കും. കാരണം എനിക്കറിയാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾക്കും അത് അറിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. മനസ്സിലായോ? അപ്പോ നൗൺ എന്ന് പറഞ്ഞൊരു നാമമാണെന്ന് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിച്ച് പോവായിരുന്നു. നിങ്ങളത് ചോദിക്കുമില്ല. മിസ് എന്താണ് നാമം എന്താണ് മിസ് എന്നായി എനിക്ക് ചോദിക്കോ? ചോദിക്കില്ല. പക്ഷെ
നമ്മൾ കുറച്ചുകൂടെ അങ്ങനെ പഠിച്ചപ്പോ നൗൺ എന്താന്നൊക്കെ അറിയായിരുന്നു. നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഞാൻ പഠിപ്പിച്ച രീതി വെച്ചാണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, നൗൺ എന്ന് പറയാൻ നാമമാണ് എന്നായിരിക്കും നിങ്ങൾ മറ്റുള്ള പഠിപ്പിക്കുക. ശരിയല്ലേ? പക്ഷെ ഇപ്പൊ ശരിക്കും കറക്റ്റായിട്ട് മനസ്സിലായി നമ്മൾ എന്താണ്. അതുപോലെ പ്രോണൗൺ. പ്രോണൗൺ എന്താ? സർവനാമമാണെന്ന് പറഞ്ഞു. ഈ സർവനാമം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. അതായത് നമ്മൾ പഠിക്കുന്ന ആ വേർഡിന്റെ മീനിങ് ആണ്. മീനിങ് ആ പഠിക്കുന്നേ. മനസ്സിലായോ? മീനിങ് പഠിച്ചുകൊണ്ടല്ല ആവശ്യമുണ്ടോ? പ്രോണൗൺ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം ബേസ് ലെവൽ അറിയാം. ഏറ്റവും താഴെയുള്ള ബേസ് ലെവൽ നിങ്ങൾക്ക് അറിയാം. അവിടെ നിന്ന് നമ്മൾ പയ്യാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പതുക്കെയാണ്, സ്ലോലി അല്ലെ? അപ്പോ ടെൻസിലേക്ക് എത്തുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുവരെ നമ്മൾ ബേസിക് ആയ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഡ്ജക്റ്റീവ് ഫ്രേസ്, ഈ ഫ്രേസ് ക്ലോസ് ഒന്നും നമുക്ക് നമ്മുടെ ഡേ ടു ലൈഫിൽ നമുക്കതൊന്നും ആവശ്യമില്ല കേട്ടോ. ആദ്യമേ ഞാൻ പറയട്ടെ, ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ ഇതിനെ കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം അല്ലെ? നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോ നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ PSC പരീക്ഷക്കൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ അത് മാത്രല്ല, ഈ ടഫുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ ഞാനൊക്കെ വിട്ട് കളയുക ചെയ്തോണ്ടിരുന്നത്. ക്ലോസസ് ഒക്കെ കാണുമ്പോൾ ആ ഏരിയയിലേക്ക് പോകൂല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് എന്താണെന്ന് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയണത്. അന്നൊക്കെ അതൊക്കെ വിട്ട് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയുള്ള ഗ്രാമറുകൾ മാത്രമാണ് പഠിച്ചു വെക്കണത്. അപ്പൊ ഇപ്പോഴാണ് നമ്മളത് ശരിക്കും പറഞ്ഞാൽ അത് ഡീപ്പായിട്ട് അത് എന്താന്ന് ഇരുന്ന് കേട്ട് പഠിക്കുന്നത്. അന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അല്ലെ? അന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതാണ് സത്യം. അതിനുവേണ്ടി ഇൻട്രസ്റ്റോടെ നമ്മൾ ആ ഒരു സമയം കണ്ടെത്തിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ഇംഗ്ലീഷിനോട് ഇഷ്ടം വന്നു തുടങ്ങി, അത് വേറൊരു കാര്യം. ഇംഗ്ലീഷിനോട് ഇഷ്ടം വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്നേഹം വന്നു തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇംഗ്ലീഷ് എങ്ങനെയും അത് പഠിക്കണം, കുറച്ചെങ്കിലും കുറച്ച് നിങ്ങൾക്ക് സംസാരിക്കണം എന്നൊരാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാം, പഠിക്കാൻ നോക്കുക ഓരോരോ പുതിയ കാര്യങ്ങൾ. ഇംഗ്ലീഷ് ഈ ക്ലാസ് കൊണ്ട് ഇംഗ്ലീഷ് ഒന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ. അത് ആദ്യമേ ഞാൻ പറയട്ടെ. കാരണം നമ്മള് ഗ്രാമറാ പഠിക്കുന്നത്. ഗ്രാമർ തന്നെ പഠിക്കാൻ ഒരുപാടുണ്ട്. ഗ്രാമർ പഠിച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് വെക്കുമ്പോ നടപടിയാവുന്ന കാര്യമല്ല. ഓക്കെ? അപ്പോ ടെൻസ് പഠിച്ചതിന് ശേഷം, ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യം, ടെൻസ് പഠിച്ചതിന് ശേഷം മാക്സിമം ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? ക്ലാസ്സിലാണെങ്കിൽ പോലും സമയം എനിക്കറിയില്ല, ചിലപ്പോ സമയം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇപ്പോ ഒരു സ്റ്റുഡന്റ് ആരെങ്കിലും ഇംഗ്ലീഷ് അറിയാം, ഗ്രാമർ അറിയാം, സംസാരിക്കാൻ പറ്റില്ല. അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. എന്തായിരിക്കും റീസൺ അറിയോ? ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അതാണ് മെയിൻ റീസൺ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ ടീച്ചേഴ്സ്, മോണ്ടിസോറി ക്ലാസ് എടുക്കുന്ന ഓരോ ടീച്ചേഴ്സും, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. ഓരോ ടീച്ചേഴ്സും സബ്ജക്ട് എടുക്കുന്നുണ്ട്. ഓക്കെ? സബ്ജക്ട് എടുക്കുന്നുണ്ട്. വേണ്ട, ഓരോ ടീച്ചേഴ്സിനും ഇവിടെ ഞാൻ എടുക്കാം, എന്റെ പേഴ്സണൽ കാര്യം എനിക്ക് പറയാലോ. ഓക്കെ, ഞാനിപ്പോ ഇംഗ്ലീഷ് സബ്ജക്ട് എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അല്ല, ഇംപ്രൂവ്മെന്റ്സ് വരുത്താം. നമ്മുടെ തിങ്കിങ്, വേ ഓഫ് തിങ്കിങ് അതൊന്ന് ചേഞ്ച് ചെയ്യാം. വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് ടോക്കിംഗ്, അല്ലെ, വേ ഓഫ് ലേണിംഗ് എല്ലാം ചേഞ്ച് ചെയ്യണം. ഒരു വ്യക്തി എന്ന നിലയിൽ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ. പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, സബ്ജക്റ്റ് ഒക്കെയാണ്. ആ സബ്ജക്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, കൂടെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ അല്ലെ? മോണ്ടിസോറി കോഴ്സ് ജോയിൻ ചെയ്തപ്പോ ഉള്ള നിങ്ങളാണോ ഇപ്പോ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത്? അല്ല, ഒരുപാട് വ്യത്യാസം, ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ്. ആ ഒരു മാറ്റം എന്തിനാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഗ്രാമർ അറിയില്ല, ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ലാംഗ്വേജ് നിങ്ങൾ സംസാരിക്കും. ബിക്കോസ് ഓഫ് യു ആർ കോൺഫിഡൻറ്റ്. നിങ്ങൾ കോൺഫിഡന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി,
ആ ഒരു രീതി നമ്മള് ഓരോ വ്യക്തിക്കും വേണം. ഈ പറയുന്ന കോൺഫിഡൻസ് ഓരോ വ്യക്തിക്കും വേണം. അത് ഒരു ക്ലാസ് കൊണ്ടോ ഒന്നും നമുക്ക് ആ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന വരില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണ്. അത് നിങ്ങളുടെ ഞാൻ നിങ്ങളെ ആദ്യം മുതലേ കാണുന്നതാണ്. ഓരോരുത്തരും പേഴ്സണലി എനിക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോ സംസാര രീതിയാണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ അത് മാറ്റേണ്ടത് ആസ് എ ടീച്ചർ എന്നല്ല, അത് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്നൊരു കാര്യമൊന്നുമല്ല കേട്ടോ. മീൻസ് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാനേജ്മെന്റ് ഇങ്ങനെ പഠിപ്പിക്കണം, ഡേ പഠിപ്പിക്കാൻ പാടുള്ളൂ അങ്ങനൊന്നുമില്ല. അതെല്ലാം ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ എല്ലാം അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ സ്റ്റുഡൻസ് എങ്ങനെ ആയിരിക്കണം, അവരുടെ സ്റ്റുഡൻസ് എങ്ങനെ പഠിക്കണം എന്ന് അവരാഗ്രഹിക്കുന്ന രീതിയിലാണ് ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് വേണ്ട അത്രയേ ഉള്ളൂ. മീൻസ് നമ്മളെല്ലാം പഠിക്കണം, ഗ്രാമർ അറിഞ്ഞിരിക്കണം. അറിയേണ്ടെന്നല്ല, ഗ്രാമർ അറിയാതെ നോക്കി സംസാരിക്കാൻ പറ്റും ഇല്ലെന്ന് ഞാൻ പറയുന്നു. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ടെൻസ് ഒക്കെ ആയിരിക്കും, മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അത് എല്ലാം ശരിയാണോന്ന് ചോദിച്ചാല് ശരിയല്ല. ലാംഗ്വേജ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്, കൺവേ ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് നമുക്ക് ഏത് രീതിയിലും പറയാൻ പറ്റും. ആക്ഷനിലൂടെ പറയാം, അല്ലെങ്കിൽ ചെറിയ പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും അതിൽ കൂടെ ആക്ഷനിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ കൺവേ ആകും. അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്, അല്ലെ? അങ്ങനെയല്ല വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ശരിക്കും അങ്ങനെയാണെങ്കിൽ പോലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല. അതുകൊണ്ട് ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ നമുക്ക് ഈ പറയുന്ന നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ഉറപ്പാണ്. അത് നമ്മൾ ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കണം. ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്, പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യം. ഇതെല്ലാം കഴിഞ്ഞ് സംസാരിപ്പിക്കാൻ നിൽക്കുമ്പോഴും സമയം പോകും. എപ്പോഴും എനിക്ക് പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ക്ലാസ് ഇപ്പൊ നിങ്ങൾ പറയും ഇംഗ്ലീഷിന്റെ സംസാരം കുറച്ചൊക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരാലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം, ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യണം. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എന്റെ എല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. ഗ്രാമർ അവിടെ നിൽക്കട്ടെ, എല്ലാ ഗ്രാമറും നമ്മൾ പഠിച്ച് പാസ്സായി എന്ന് വിചാരിക്കും. ഈ വൊക്കാബുലറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും? ആലോചിച്ചു നിങ്ങൾ. വൊക്കാബില്ല, ഒട്ടും വൊക്കാബില്ല. ചുറ്റും കാണുന്ന വസ്തുവിന്റെ പേര് പോലും അറിയില്ല, ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അടുക്കളയിൽ ചെയ്യുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നിങ്ങൾ രാവിലെ എട്ട് കിച്ചണിൽ കയറാണ്. കിച്ചണിൽ കയറി രാത്രി ഉറങ്ങുന്ന വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത് സംസാരിക്കാൻ പറ്റും. എത്ര വേർഡ്സ് നിങ്ങൾ മിസ് ചെയ്യും? ആലോചിച്ച് നോക്കൂ. നൗൺ ആയിക്കോട്ടെ, വേർബ് ആയിക്കോട്ടെ, എല്ലാം അറിയാം നമുക്ക്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന് ആ ലാക്ക് ഓഫ് വൊക്കാബുലറി എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റവ് കത്തിക്കുന്നു, വെള്ളം എടുക്കുന്നു, ഒരു ചായ വെക്കാം. ടു മേക്ക് എ ടീ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? പറയൂ, അത്രയേ ഉള്ളൂ. അവിടെ ഗ്രാമർ പഠിച്ചിട്ടുണ്ടോ എന്ന് ആരും നോക്കിയിട്ട് കാര്യമില്ല. ഗ്രാമർ പഠിച്ചിട്ടുണ്ട്, ഗ്രാമർ അറിയാം, പ്രസന്റ് ടെൻസ് ആണെന്ന് അറിയാം, ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിക്കുകയാണ് ഹൗ ടു മേക്ക് എ ടീ എന്ന് ചോദിക്കാൻ നിങ്ങൾ എന്ത് പറയും? നമുക്ക് ടീ ഉണ്ടാക്കണമെന്ന് അറിയാം, പക്ഷെ അവിടെ യൂസ് ചെയ്യേണ്ട വേർഡ്സ് അറിയില്ല. ശരിയല്ലേ? അതാണ് മെയിൻ പ്രോബ്ലം. അത് നിങ്ങൾ ഇൻക്രീസ് ചെയ്തേ പറ്റുമോ? നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. എന്നെ കൊണ്ട് ഞാൻ കുറെ അത്യാവശ്യം ക്ലാസ് നമ്മളെ കുറച്ച് നോട്ട്സും ഡെയിലി യൂസ് ചെയ്യേണ്ട ഇംഗ്ലീഷും സെന്റൻസും എല്ലാം ഞാൻ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഒറ്റക്ക് പറ്റുന്നില്ല, എന്നോട് പറയാം. മിസ്സേ ഇന്ന കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ക്ലാസ് വേണ്ടത്, മീൻസ് എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ, നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് അറിയേണ്ടത് നിങ്ങൾക്ക് ചോദിക്കുക, നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് ഈ ക്ലാസ് ഈ ഒരു പീരീഡിൽ നമുക്കത്
കുറെ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് പറയാം. ഞാൻ എന്റെ മിക്ക ക്ലാസ്സിലും മോസ്റ്റ്ലി ഞാൻ ചോദിച്ചിട്ടുള്ള HA ബാച്ചിലാണ് കേട്ടോ. HA ഞാൻ ക്ലാസ് എടുത്ത് എല്ലാം ഗ്രാമർ എല്ലാം കംപ്ലീറ്റ് ആവും. ഗ്രാമർ കംപ്ലീറ്റ് ആവും, മൊഡൽ വെർബിനെ കുറിച്ച് പറയും, ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് പറയും, കുറെ അധികം എക്സ്പ്രഷൻസിനെ കുറിച്ച് പറയും, ഡെയിലി സെന്റൻസ് കൊടുക്കും, എല്ലാം കൊടുക്കും കേട്ടോ. എനിക്ക് ഓക്കെ ഇതൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നതല്ല, ഞാൻ ക്ലാസ് എല്ലാം കൊടുത്തതിന് ശേഷം ഞാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ അറിയാനുണ്ടോ? ഒരു അക്ഷരം വേണ്ടിയില്ല അവര്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്തോറും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യം വരും, ഒരുപാട് ഡൗട്ട്സ് വരും. പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്, പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടി. ആ ചോദ്യം ഞാൻ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് എന്താണ് എന്തൊക്കെയാണ് അറിഞ്ഞാൽ കൊള്ളാന്നുള്ളത് ഡയറക്റ്റ്ലി എന്നോട് ചോദിക്കുക. എല്ലാവർക്കും വേണ്ടി നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇനി ക്ലാസ്സിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ പോർഷൻ പറയുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ക്ലാസ് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ക്ലാസ് അറിയാം, 2 ക്ലാസ് ഉണ്ട്. നമുക്ക് വേഗം പോർഷൻസ് വേണമെങ്കിൽ തീർത്തിട്ട് നമുക്ക് കുറച്ച്, അല്ലെങ്കിൽ പോർഷൻസ് തീർന്നിടയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ കാര്യങ്ങൾ പറയാനോ, അതെല്ലാം നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ കൂടി പോർഷൻ തീർക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം. ഇനിയിപ്പോ ഞാൻ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. ഈ ടെക്സ്റ്റിലുള്ള എല്ലാ പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. അതിലെടുക്കാത്തൊരു പോർഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഫോർ റിക്രിയേഷൻ, ഇതൊന്നും നമ്മൾ പുതിയ ഒരു ക്ലാസ് എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്യും. ഓക്കെ, പിന്നെ ഒരു കാര്യം, ക്ലാസ്സിൽ ആദ്യമായിട്ട് കുറച്ച് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. കഴിഞ്ഞ ബാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ബാച്ച് പാസ് ഔട്ട് ആയി പോയത് അവർ ചോദിച്ചു എല്ലാ പോർഷൻസ് എല്ലാവരും കഴിഞ്ഞു, എല്ലാ നോട്ട്സും അത്യാവശ്യം കൊടുത്തു. അവരോട് ചോദിച്ചു, മിസ്സേ ഞങ്ങൾക്ക് ക്ലാസ് റൂം ഇംഗ്ലീഷ് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ക്ലാസ്സിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് സെന്റൻസ് ഉണ്ടല്ലോ, പിള്ളേരോട് സംസാരിക്കാനാണെങ്കിലും അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന്. സോ ഞാൻ അതിനുവേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അതുവരെ ഞാൻ കൊടുത്തത് 13th ബാച്ചിനാണ്. ഈ 13th ബാച്ച് വരെ ഉള്ള ബാച്ചസിനൊന്നും ഞാൻ ആ നോട്ട് കൊടുത്തിട്ടില്ല. മീൻസ് അങ്ങനെ ഒരു ചോദ്യം ആരും ചോദിച്ചിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് മനസ്സിലായോ? അപ്പൊ എന്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാല് ഞാൻ ക്ലാസ്സിൽ അത് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്യും. ഇനി ക്ലാസ് റൂം ഇംഗ്ലീഷ് എന്തായാലും അവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അത് ആവശ്യമായിട്ട് എനിക്ക് തോന്നിക്കൊണ്ട് അത് ക്ലാസ് റൂം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു തരും. ഒരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്ന വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ സംസാരിക്കണം, അത് കാഷ്വൽ ടോക്സ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാം കാഷ്വൽ ആണ്, അല്ലെങ്കിൽ ഫോർമൽ ടോക്സ് ആണെന്ന് പറയാം. അതിനിടയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ അങ്ങനെ എന്തെങ്കിലും സെന്റൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറയും. ഓക്കെ, പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന വെച്ചാൽ ടെൻസ് എടുക്കുമ്പോൾ ടെൻസിൽ വേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഓക്സിലറീസ്, അതിന് നെഗറ്റീവ്സ് വേർഡ്സ്, മൊഡൽ വെർബ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അത് നമ്മൾ ടെൻസിലെല്ലാം കംപ്ലീറ്റ് ചെയ്തു. എക്സ്ട്രാ പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി സെന്റൻസ് കുറേ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫെമിലിയർ ആയ കുറേ സെന്റൻസുകൾ ഉണ്ട്. അതിന് അത്യാവശ്യം ഐ തിങ്ക് ഒരു 300 അറൌണ്ട് വേർഡ്സ് ഉണ്ടാകും. അത് ഞാൻ ക്ലാസ്സിൽ മാക്സിമം എല്ലാ ക്ലാസ്സിൽ തരും. അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ എക്സ്പ്രഷൻസ് നമുക്ക് ഈസിലി നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചെയ്യുകയാണ്, ഞാനിപ്പോ ആ വിൻഡോ തുറക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു കാര്യം. ഞാൻ ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എങ്ങനെയാ ചോദിക്കാം? നമ്മൾ ടെൻസ് ഒക്കെ ആലോചിച്ചു, പക്ഷെ അവിടെ ടെൻസിന്റെ ആവശ്യം വരില്ല. ഒരു എക്സ്പ്രഷൻ അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി ആ സെന്റൻസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. Would you mind if I? Would you mind if I? ആ സെന്റൻസ് പഠിച്ചു വെച്ചാല് ബാക്കി എന്താണ് മാറ്റർ അത് നിങ്ങൾ ആഡ് ചെയ്താൽ മതിയാവും. അത്രേ ഉള്ളൂ. Would you mind if I open the door? ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഡോർ ഓപ്പൺ ചെയ്യുക എന്നതാണ് മാറ്റർ. ആ മാറ്റർ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആ ഒരു എക്സ്പ്രഷനിൽ ഉണ്ട്. Would you mind if I? ഐ സബ്ജക്റ്റ് ഉണ്ട്, ഞാൻ, നിങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ആ മാറ്റർ മാത്രം നമ്മൾ ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ വിരോധം ഉണ്ടോ? Would you mind if I use your phone? ചോദിക്കാം, ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിരോധം ഉണ്ടോ? Would you mind if I use your phone?
would you mind if I wear your dress? മനസ്സിലായോ? ആ ഇത് എക്സ്പ്രഷൻ പഠിച്ചാൽ മതി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസും ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പിന്നെ പറയാന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഒരുപാടുണ്ട് ഇംഗ്ലീഷിൽ. നമുക്ക് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഹൗ ആർ യു, ഹൗ ആർ യു എന്ന് നമ്മൾ നോർമലി ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് പല രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും, പല രീതിയിൽ നമുക്ക് അതിന്റെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഈ പറയുന്ന വെരി ബിസി, വെരി ബിഗ് എന്ന് പറയുന്ന വേർഡ് ഇൻസ്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ പറയണ്ട, വേറെ ഇതിൽ പറയാൻ പറ്റും. വെരി ബിഗ്, വെരി സ്മോൾ, വെരി സ്മോൾ നമുക്ക് ടൈനി എന്നൊക്കെ പറയാം. അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. അത് പഠിച്ചാൽ കുറച്ചൊരു ബെറ്റർ ആണ്. അതായത് അഡ്വാൻസ് ലെവലാണ് ഉദ്ദേശിക്കുന്നത്, അഡ്വാൻസ് ലെവലാണ്. ഓക്കെ, ദെൻ ഫ്രേസൽ വേർബ്. ഫ്രേസൽ വേർബ് നമ്മൾ ക്ലാസ്സിൽ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അത് മാക്സിമം പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താണ് പറയാ, നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങള് അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോ ഇങ്ങനെ പറയേണ്ട സെന്റൻസ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് നോട്ട്സ് ഉണ്ട്. അതൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ടൈം പോലെ നമുക്കത് ക്ലാസ് കിട്ടാം. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വേണം, ഇംഗ്ലീഷിനെ കുറിച്ച് എന്തൊക്കെ അറിയണം എന്നുള്ളത്, ടെക്സ്റ്റ് ഇല്ലാത്തതും ഇപ്പൊ ഞാൻ പറഞ്ഞതും അല്ലാത്തതും ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് പറഞ്ഞു വരുന്നതേ ഉള്ളൂ, ഗ്രാമർ എല്ലാം പഠിച്ചത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് അർത്ഥം. നമ്മൾക്ക് വേണ്ടത് വൊക്കാബുലറി ആണ്. നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. ശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ വേർഡ്സ് അറിയില്ലല്ലോ എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതായത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പറയാൻ ശ്രമിക്കുക, ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചുറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഇതെല്ലാം ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കൂ. പറയാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം ആ വൊക്കാബ് നിങ്ങൾക്കില്ല. മീൻസ് ആ ഒരു വേർഡ് നിങ്ങൾക്ക് അറിയില്ല. അത് വേർബ് ആയിക്കോട്ടെ, നോൺ ആയിക്കോട്ടെ, എങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് അറിയില്ല. അപ്പൊ എന്താ ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക, കണ്ടുപിടിക്കുക, സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് അത് കിട്ടി, അതിനർത്ഥം നിങ്ങൾ അത് പഠിച്ചു. പിന്നെ നിങ്ങൾ രണ്ടാമത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പെട്ടെന്ന് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ, നിങ്ങൾക്കത് പറയാൻ പറ്റും. ആ സെന്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും, കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണ് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ബുക്ക് ഫുള്ള് വായിച്ചാലേ നമുക്ക് ഈ വൊക്കാബുലറി ഇംപ്രൂവ് ആവില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യും കൂടെ വേണം. മനസ്സിലായോ? അത് മാത്രമല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗ്രോയിങ് ലാംഗ്വേജ്, ഡേ ബൈ ഡേ ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഓരോ ദിവസവും ഓരോ പുതിയ വേർഡ്സ് വരുന്നുണ്ട്. അപ്പോ അപ്ഡേറ്റഡ് ആയിരിക്കാം. ഇത്രേ ഉള്ളൂ. കേൾക്കുക, വായിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഡെയിലി അത് റൊട്ടീനാക്കി മാറ്റാം. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും കൂടി ഉണ്ട്. അതും കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ സ്വയം സംസാരിക്കുക, മിററിൽ നോക്കി സംസാരിക്കുക, വോയിസ് ടെക്സ്റ്റ് ചെയ്യുക. ടെക്സ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി തന്നെ ടെക്സ്റ്റ് ചെയ്യുക, വേറെ കഴിക്കണമെന്നില്ല. വോയിസ് ടെക്സ്റ്റ് ചെയ്യും. ഒരു പ്രൊണൗൺസിയേഷൻ, മോഡുലേഷൻ എല്ലാം ചേഞ്ച് ആവും. ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല സെക്കൻഡ് ടൈം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, യു ക്യാൻ ഫീൽ ദാറ്റ് യുവർ ചേഞ്ച്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കണം. ഇത്രയും ഞാൻ സംസാരിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഒരേ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അറിയാൻ പറ്റിയത്, അല്ലെ? അപ്പൊ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും കൂടെ വേണം. ഇങ്ങനത്തെ കുറച്ച് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളൊന്ന് ഒരു കാര്യമില്ലേ, മറ്റേ കുട്ടികളോട് സംസാരിക്കുന്ന ആ ഒരു ചോദ്യം ചോദിക്കാൻ തന്നെ ഇരുന്നത്. അതൊരു പേടിയായിരുന്നു. കാരണം CBSE പോലുള്ള സ്കൂളിൽ ചെല്ലുമ്പോ പെട്ടുപോകലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഒരു സംസാരിക്കുമ്പോ കോൺഫിഡൻസ് കിട്ടായ അതൊക്കെ ഉണ്ടായിരുന്നു. അതില് എല്ലാം ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോ നിങ്ങൾ ആ ടൈമിൽ ആ ക്ലാസ്സിൽ കയറുന്ന ടൈമിൽ വരുന്ന സെന്റൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു പ്രാവശ്യം നിങ്ങൾ ക്ലാസ്സിൽ കയറിയ ശേഷമായിരിക്കും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റേ. ഓ, ഇന്ന സെന്റൻസ് നമുക്ക് വേണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുക. നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് നോക്കും. ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയാന്നുള്ളത്. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ അതൊക്കെ എപ്പോഴും കണ്ടുപിടിച്ച് പഠിക്കുക. എല്ലാവരും ഇപ്പോ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്ന ടെക്നിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്.
അങ്ങനെയാ പഠിക്കുന്നേ, അല്ലാതെ പെട്ടെന്ന് ആരും ചാവുന്നല്ല. പതുക്കെ പതുക്കെ പഠിച്ചു. ഒരു പ്രാവശ്യം നമ്മൾ പഠിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലായി, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമല്ലേ. അങ്ങനെയാണ് ക്ലാസ്സിൽ ഫ്ലുവന്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക. ഓട്ടോമാറ്റിക്കലി വരും. ഇംഗ്ലീഷ് എങ്ങനെയാണ്, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ മലയാളം വരില്ല കൂടെ, ഇംഗ്ലീഷ് മാത്രമേ വരൂ. ശ്രദ്ധിച്ചു നോക്ക്, നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും, ഓരോ മലയാളം വേർഡ്സും എപ്പോഴോ നമ്മള് മലയാളം മാറ്റി ഇംഗ്ലീഷ് വേർഡ്സ് ആക്കിയതാണ് അല്ലെ. എപ്പോഴോ, അത് ഓർമ്മയില്ല. നിങ്ങൾ മലയാളം ഇപ്പൊ സംസാരിച്ചു നോക്കി, നിങ്ങൾ സംസാരിക്കുന്നതിൽ ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് കയറി വരുന്നുണ്ട്, ഒരുപാട്. അത് ഏതോ ഒരു നിമിഷം നിങ്ങൾ മാറ്റിയതാണ് അല്ലെ. മാറ്റിയ ദിവസം ഒന്നും ഓർമ്മയില്ലെങ്കിൽ പോലും ആ മാറ്റിയ വേർഡ് നമ്മൾ തിരിച്ചെടുത്തിട്ടില്ല മലയാളം. കാരണം എന്താ, അത് യൂസ്ഡ് ആയി, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇംഗ്ലീഷ് സെന്റൻസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും. ഇംഗ്ലീഷ് സെന്റൻസ് നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ, നോർമലി സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അത് ഒരു പ്രാവശ്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലേ പിന്നെയും ഫുള്ള് നമ്മൾ അതന്നെ പറയും, പിന്നെ മലയാളം നമ്മൾ പറയില്ല. അങ്ങനെയാണ് പഠിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ. ശ്രമങ്ങളാണ്, ശ്രമിക്കുമ്പോഴേ ഇതൊക്കെ നടക്കൂ. നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം, നാളെ അങ്ങനെ പോവും. അങ്ങനെയല്ല, ഇന്ന് നോക്കാം, ഇപ്പൊ നോക്കാം വിചാരിക്കണം. അതിനുവേണ്ടി ഒരു ബുക്ക് വാങ്ങാം. നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുകയല്ല. നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കിപ്പോ, എനിക്ക് എന്റെ ഒരു സ്വഭാവം ഞാൻ പറയട്ടെ, ഒരു വേർഡ് കിട്ടി, എന്നോട് ആരാ ചോദിച്ചെന്ന് അറിയോ, എന്തൊരു കൊച്ചു വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ചോദിച്ചോ, ഒരു മിസ്സിന്റെ മോനാണ് ചോദിച്ചെന്നോട്. നമ്മൾ ഇംഗ്ലീഷ് ടീച്ചർ ആണല്ലോ, അത് ആലോചിക്കുക. നമ്മൾ ഇംഗ്ലീഷ് ടീച്ചർ ആണല്ലോ, എല്ലാ വേർഡും ഞാൻ എന്താണ് എൻസൈക്ലോപീഡിയ ആണെന്നായിരിക്കും എല്ലാവരും വിചാരം. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ഇംഗ്ലീഷ് എല്ലാം അറിയാം, എന്ത് ചോദിച്ചാലും പറഞ്ഞുതരും എന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയും. വേറെ കാര്യം, അവനൊരു ചോദ്യം ചോദിച്ചു, ഒരു വേർഡിന്റെ മീനിങ് ചോദിച്ചു, എനിക്കറിയില്ല. അത് സ്പോട്ടിൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലടാ എന്ന് പറഞ്ഞു. അറിയില്ല എന്ന് പറയാനും നമുക്കൊരു ധൈര്യം വേണം കേട്ടോ. അത് നാണക്കേടാണെന്ന് നമുക്ക് വിചാരിക്കരുതേ. ഏത് പൊസിഷനിൽ നമ്മൾ എത്തിയാലും അറിയില്ലെങ്കിൽ അറിയില്ല. അവൻ ചോദിച്ചത്രേ ഉള്ളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, എനിക്കറിയില്ല എന്ന് മാത്രം, നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നോട് ചോദിച്ചാൽ കല്ലുമ്മക്കായ എങ്ങനെയാ പറയാന്ന് ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു കല്ലുമ്മക്കായ എന്താ പറയാ. നമ്മള് മലയാളം പറയുന്നുണ്ടെങ്കിൽ പോലും കല്ലുമ്മക്കായ എങ്ങനെയാ പറയാ, അറിയില്ലായിരുന്നു. അറിയോ ആർക്കെങ്കിലും? ആ ആവശ്യം നിങ്ങളോട് വയ്ക്കാം. സെർച്ച് ചെയ്തിട്ട് ആരും സെർച്ച് ചെയ്യരുത്. എന്താണ് കല്ലുമ്മക്കായ ഇംഗ്ലീഷ് എന്താ? എനിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് മീൻ, നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഡെയിലി വാങ്ങി കഴിക്കുന്ന മീനിന്റെ പേര് നിങ്ങൾ ഇംഗ്ലീഷിൽ അറിയോ? എനിക്കറിയില്ല കേട്ടോ, സത്യം പറയാം, എനിക്കറിയില്ല. ആലോചിച്ച് നോക്ക് നിങ്ങള്. നമ്മള് അത്രയും ചെറിയൊരു കാര്യമാണ്, ശോധന പഠിക്കണം. അപ്പൊ കല്ലുമ്മക്കായ എന്ന് ചോദിച്ചപ്പോ ഓക്കെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ വിചാരിക്കുകയാണ്, ആ സ്പോട്ടിൽ ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ നാളെ നോക്കാം. അറിയില്ലെന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞു. നാളെ നോക്കാം, പിന്നെ നോക്കാന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ പോകും. പക്ഷെ ആ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് അവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വേർഡ് മറക്കില്ല. ഷുവറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ഷുവറാണ്, മറക്കില്ല. നമ്മൾ ഇപ്പോഴും ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മള് ആ സ്പോട്ടില് നമ്മൾക്ക് തന്നെ തോന്നി, അയ്യോ എനിക്ക് ആ വേർഡ് അറിയില്ലല്ലോ എന്നൊരു ഗിൽറ്റി ഫീൽ ചെയ്തു അല്ലെ. നമ്മൾ അവര് മുന്നിൽ കാണിക്കില്ലെങ്കിൽ പോലും ഒരു ഗിൽറ്റി ഫീൽ നമുക്കത് ഉണ്ടാവും. ആ ഫീലിങ്സിലാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ സെർച്ച് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ആ മൊമെന്റ് നമ്മൾ ഒരിക്കലും മറക്കില്ല. ആ ഒരു മൊമെന്റ്, അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് നമുക്ക് ഉണ്ടാവും, അതൊന്നും മറക്കില്ല. അപ്പൊ ഇത്ര ഉള്ളൂ. കല്ലുമ്മക്കായുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്ലൂ മസിൽസ് എന്നാണ് കേട്ടോ, ബ്ലൂ മസിൽസ്. ഇനി എന്നോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ഞാൻ പറയും മസിൽസ് ആണ് കല്ലുമ്മക്കായ. ഓക്കെ, ഓ ഇങ്ങനെ പഠിക്കാം. അതായത് എപ്പോ ഡൗട്ട് തോന്നുന്നോ, അത് എവിടെ ആയിക്കോട്ടെ നിങ്ങൾ എവിടെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ അല്ലെ. ഫോൺ നമ്മൾ കൊണ്ടുപോകാതിരിക്കില്ല. ഇപ്പോ കറന്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഫോൺ കൊണ്ടുപോകാതെ എങ്ങും പോകാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പൊ. സോ ഫോൺ ഉണ്ടാകും, നെറ്റ് എന്തായാലും ഉണ്ടാകും അല്ലെ. സെർച്ച് ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ ആ വേർഡ് കണ്ടുപിടിക്കും. ഇങ്ങനെ പഠിക്കും. നാളത്തേക്കൊന്നും വെക്കരുത് കേട്ടോ. അത് വീട്ടിൽ ചെന്നിട്ട് നോട്ട്ബുക്കിൽ എടുത്ത് എഴുതി വെക്കുക. അങ്ങനെയും ചിന്തിക്കണ്ട, നോക്കുക, പഠിക്കുക, 2-3 പ്രാവശ്യം വായിക്കുക, കിട്ടി, വേർഡ് പഠിച്ചു. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഏത് ഉറക്കത്തിലാണെങ്കിൽ പോലും കിടക്കുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ സെർച്ച് ചെയ്യും. അത് മീനിങ് ആയിരിക്കില്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഞാൻ നോർമലി ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഒരാളാണ്. എന്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ഞാൻ സെർച്ച് ചെയ്യും. എന്തെങ്കിലും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ. അല്ല, ഇംഗ്ലീഷിനെ കുറിച്ചല്ല കേട്ടോ, ഇംഗ്ലീഷിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്താണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നെങ്കിൽ നമ്മൾ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം.
ഞാൻ കൂടുതലും നോക്കുന്നത് ഹെൽത്ത് വൈസ് കാര്യങ്ങളായിരിക്കും ഞാൻ മോസ്റ്റ്ലി നോക്കുക. അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഭയങ്കര ഇഷ്ടം അതൊക്കെ. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്ത് പഠിക്കുന്നതല്ല. ഓക്കെ, അങ്ങനെ ഹാബിറ്റ്സ് ഇല്ലെങ്കിൽ അത് ഹാബിറ്റ് ആക്കാം, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം നല്ലതാണ്. നല്ല ഹാബിറ്റ്സ് എല്ലാം നമുക്ക് ഇല്ലെങ്കിൽ നമുക്കത് വളർത്തിയെടുക്കാം അല്ലെ, ചെയ്യാം. ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കൂ. ഇത് പറയുന്നത് ഞാനത്ര പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ, പക്ഷെ നമുക്ക് പറയാലോ. ഞാൻ പറയുന്നതിലൂടെ ആരെങ്കിലും നന്നായാലോ? ഞാനും നന്നാകത്തില്ല, അത് വേറെ കാര്യം. ഞാനും നന്നാകത്തില്ല, കുറെ ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ തിരിച്ച് വരുന്നുണ്ട് അതൊക്കെയാണെങ്കിലും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കൂട്ടോ, അത് ചുമ്മാ ജോക്സ് പാർട്ട്. എന്നാലും പറയാണ്, ലൈഫ് സ്റ്റൈൽ മാറ്റാൻ ശ്രമിക്കാം. ഐ തിങ്ക് എല്ലാവരും ഒരു 30 ഇയേഴ്സ് ആയിട്ടുണ്ടാവും മേ ബി, അല്ലെ? 30 താഴെ ആരെങ്കിലും ഉണ്ടോ? 30 ബിലോ ആരെങ്കിലും ഉണ്ടോ? അയ്യോ ആണ്. നമ്മളൊക്കെ ഒരു കാറ്റഗറിയിൽ പെടുത്താം. 34. അതെനിക്കറിയാം. 30 ബിലോ 30 എബോവ് എനിക്കുണ്ടെന്ന് അറിയാം. പൈസ പറയരുത് കേട്ടോ, പൈസ പറഞ്ഞ എനിക്ക് പ്രശ്നമുണ്ട്. പിന്നെ പറയാം, പിന്നെ പറയാന്നില്ല. പൈസ പറഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാല് എന്നെക്കാളും ഏജിലായവരോട് എനിക്ക്, നമുക്ക് ഓൾറെഡി നമ്മൾ അങ്ങനെയാണല്ലോ വിളിക്കുക. പേര് ഞാൻ അങ്ങനെ വിളിക്കാറില്ല പൊതുവെ. അപ്പോ നിങ്ങൾ ഏജ് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് നിങ്ങളെ പിന്നീട് പേര് വിളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആരും ഏജ് പറയരുത് കേട്ടോ, അറിയാൻ വേണ്ടി പറയണ്ട. ഓക്കെ, കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. നമ്മൾ നോർമലി പ്രൊഫൈൽ പിക്കും പ്രൊഫൈൽ നെയിം വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ക്ലാസ് ഇതുപോലെ ഐ തിങ്ക് MT60 ബാച്ച്, MT6 or 7 ബാച്ച് ആയിരുന്നു. അവിടെ പേര് കേൾക്കുമ്പോ കുറെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഓൾഡ് നെയിം ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഏജ് എപ്പോഴും നമ്മൾ പ്രൊഡിക്ട് ചെയ്യില്ല, നമ്മൾ ഏജ് ചിന്തിക്കാറില്ല പൊതുവെ ക്ലാസ് എടുക്കുമ്പോൾ. എല്ലാവരും ഈക്വലി നമുക്ക് സ്റ്റുഡൻസ് ആണല്ലോ, അത് ഏജ് നമ്മൾ നോക്കാറില്ല. എങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ നിങ്ങൾ വിളിക്കല്ലോ സനില, ഷംസി എന്നൊക്കെ പറഞ്ഞിട്ട്, ഷംസി പറയൂ, സനില പറയൂ എന്നൊക്കെയാണ് പറയുന്നത്. സ്റ്റുഡൻസ് നമ്മൾ പൊതുവെ എങ്ങനെയാണ് അല്ലെ? അപ്പോ ഇതുപോലെയാണ് ഞാൻ ക്ലാസ്സിൽ ഉഷ പറയൂ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിളിക്കും ഗീത അടുത്തത് പറയൂ എന്നൊക്കെ പറയും. ഇവര് കുറെ കഴിഞ്ഞപ്പോഴാണ് ഏജിന് എന്താ കാര്യം, നമ്മൾ ടോപ്പിക് എന്തെടുത്തിട്ടപ്പോ പറഞ്ഞ് എല്ലാവരും ഏജ് പറഞ്ഞു. എന്നോട് ഈ ഉഷ എന്ന് പറയുന്ന ആദ്യം ഏജ് കേട്ടപ്പോ ഷോക്കായി. പിന്നെ എനിക്ക് ഉഷാന്ന് വിളിക്കാൻ തോന്നില്ലാന്നേ. അപ്പൊ ലാസ്റ്റ് ആള് തന്നെ എന്നോട് പറഞ്ഞു, മിസ്സെ കുഴപ്പമില്ല, മിസ് വിളിക്കും, മിസ് ടീച്ചർ അല്ലേ. എന്നെ ഇങ്ങോട്ട് കുറെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ എന്നാലും എനിക്ക് വിളിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ ഈ കഴിഞ്ഞൊരു HA ബാച്ചിലും അതെ, നമ്മള് ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ മീൻസ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മള് ചോദിച്ചപ്പോ ഇങ്ങോട്ട് പറഞ്ഞ കാരണം ആളുടെ സൗണ്ട് സൂപ്പറാണ്, നൈസ് സൗണ്ടാണ്. ആളുടെ പേര് സീജ എന്നാണ്, സൗണ്ട് സൂപ്പർ ആയിരുന്നേ. സൗണ്ട് ഓക്കെ സീജ പറയൂ സീജ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരുന്നപ്പോ മാം ഐ ആം 54 years old മാം. ഓ ആലോചിച്ച് നോക്കി, 54 വയസ്സേ. സൗണ്ട് കേട്ട അടിപൊളിയാ. നമ്മളത്രയും ഏജ് പ്രതീക്ഷിക്കില്ല. പെട്ടെന്ന് 54 years മാം എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എങ്ങനെയാ വിളിക്കാന്ന് അറിയിച്ചു. കാരണം നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഏജ് ആരും പറയണ്ട, എനിക്കറിയാം. എന്തെങ്കിലും അത് ഇത്ര ഇല്ലെങ്കിൽ പോലും ഞാൻ 1-2 വയസ്സാണെങ്കിൽ പോലും അതുകൊണ്ട് വേണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു തന്നെ ടോപ്പിക് എവിടേക്ക് എത്തിയല്ലോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ സംസാരിക്കും കേട്ടോ, സബ്ജക്റ്റ് ഒന്നും എടുത്തില്ല, എന്തൊക്കെയോ നമ്മൾ സംസാരിച്ചു. യൂസ്ഫുൾ ആണല്ലോ അല്ലെ? വെറുതെ ചുമ്മാ ഇരുന്ന് സംസാരിച്ചല്ലോ, ആരും ലീവ് ചെയ്തും കൂടി ഇല്ല. കഷ്ടം. ചില സമയത്ത് ഞാൻ അറിയിക്കോട്ടെ, ഇപ്പൊ നോക്കി സമയം പോയതേ തന്നില്ല. അതാണ് ചൊല്ലി ഞാൻ എന്താ സംസാരിച്ചേ, ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ തന്നെയല്ല അല്ലെ? നമ്മളൊന്ന് പുഷ് ചെയ്തു. മിസ് ഇങ്ങനെ ഇടയ്ക്ക് ബൂസ്റ്റ് ചെയ്യാൻ എനർജി ഉണ്ടാവുള്ളൂ. അതെ, ലാസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് പിന്നെ ലാസ്റ്റ് പറയുമ്പോ മിസ് വന്നിരുന്ന് തുടങ്ങിയെന്ന് പറയുന്നത് ഒരവസ്ഥ വരും. പക്ഷേ ബൂസ്റ്റിംഗ് ഒക്കെ ഓക്കെ. ഇൻസ്റ്റേഡ് കിട്ടിയോ? അതായിരുന്നു പണി. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും കേട്ടില്ലേ? കൊള്ളാം. ഇപ്പൊ തന്നെ വരുമല്ലോ അല്ലെ? വന്നോ? ഞാൻ നോക്കുന്നില്ല.
ഓക്കെ, എന്താ പറഞ്ഞേ? ഫ്ലോ എന്നോട് പോയല്ലോ. എന്താ പറഞ്ഞേ ഞാൻ? ഏജ് പറയുന്ന കാര്യം മാം. അല്ല, അത് കഴിഞ്ഞു. അല്ലാതെ ഇപ്പൊ എന്താ പറഞ്ഞേ? ഫ്ലോ കളഞ്ഞു. ആരാ വിസ്മയ? ഫ്ലോ പോയിട്ടില്ലേ? ആ, ബൂസ്റ്റ് ചെയ്യുന്ന കാര്യം. യെസ്, ബൂസ്റ്റ്. ഇത് ബൂസ്റ്റിംഗ് ഒന്നല്ല കേട്ടോ. ബൂസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ ഞാൻ അത്യാവശ്യം ബൂസ്റ്റിംഗ് അല്ല. നമ്മൾ അങ്ങനെ ആകണം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. ലൈഫ് സ്റ്റൈല് മാറ്റാം, ഹാബിറ്റ്സ് മാറ്റാം. എങ്ങനെ ആകണം, ഞാൻ എങ്ങനെ ആകണം എന്ന് ചിന്തിച്ചവരായിരിക്കും നിങ്ങൾ, അല്ലെ? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനു ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച ഒരാളാണ്. അങ്ങനെ ചോദിക്കാത്ത കാര്യങ്ങളുണ്ടോ ലൈഫിൽ? ചോദിച്ചെങ്കിൽ വളരെ നല്ലതാണ്. തിരിച്ചറിവ് വന്നു എന്നർത്ഥം, അത്രയേ ഉള്ളൂ. കുറച്ച് ബുദ്ധിയും ബോധവും വെച്ച നിമിഷമാണത്. നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിൽ നിന്നാണ് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത്. കാരണം നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഇത്രയും ബൂസ്റ്റ് ചെയ്യാനോ എന്നോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. ഞാൻ സ്വയം മാറിയതാണ്, സ്വയം ചിന്തിച്ച് മാറിയതാണ്. എന്തിനു ജീവിക്കുന്നു എന്നൊരു ചോദ്യത്തിന് എനിക്ക് കിട്ടിയ കുറെ ആൻസേഴ്സ് ആണ്. അതിലൂടെ ഞാൻ മാറി. ആ മാറ്റം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നേ, ഭയങ്കര ഷൈ ആയിരുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുകയില്ല എന്നെ കുറിച്ച് അങ്ങനെയൊന്നും. ഞാൻ ഭയങ്കര ഷൈ ആണ്. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. എന്റെ കംഫർട്ട് സോണിൽ മാത്രം ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അങ്ങനെയുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് മാറ്റിയെടുത്താണ്, സ്വയം മാറ്റിയതാണ്. മാറാൻ പുഷ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരില്ലെങ്കിൽ പോലും ഒന്നോ രണ്ടു പേര് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതിനൊക്കെ എത്രയോ മടങ്ങായിരിക്കും നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതാണ്, കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെ? എനിക്ക് നിങ്ങൾ ഒരുപാട് സ്റ്റുഡൻസ് ആണ്, ക്ലാസ്സിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആണ്. പേഴ്സണലി എനിക്ക് ഓരോരുത്തർ അറിയില്ലെങ്കിൽ പോലും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. ഇത്രേ ഉള്ളൂ. വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാൻ പറ്റും. വെളിച്ചപ്പാടിന് ആരും അറിയില്ല എന്ന് പറയുന്നില്ല. ഞാനൊരു വെളിച്ചപ്പാടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാനായിട്ട് നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെ? അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടാവാം. ഞാൻ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറണം എന്ന് നിങ്ങൾക്കൊരു സ്വയം എപ്പോഴെങ്കിലും ഞാൻ പറയുന്നതിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരാള് ഉണ്ടാകണമെന്നൊന്നുമില്ല. എന്നെ മാറ്റി ചിന്തിക്കാൻ ആരെങ്കിലും ഒരാൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ മാറി ചിന്തിച്ചത്. മനസ്സിലായോ? അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എല്ലാം നടക്കാനിരിക്കുന്ന നിമിത്തം എന്നൊക്കെ പറയും. അങ്ങനെയും ചിന്തിക്കാം. ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യം പറയട്ടെ. എല്ലാവരും എന്ത് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാവരും പറയും നാളെ നടക്കും എന്നൊക്കെ പറയുമെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റ് ഞാൻ പറയുന്നതാണ് ഇങ്ങനെ ആട്ടോ. ഞാൻ പറയുന്നത് എല്ലാവരും യോഗ ആണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്ന രീതി എന്താന്ന് പറയാം. നമ്മള് ഒരു കാര്യം നിങ്ങളോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. ഓരോ ക്ലാസ്സിലും സംസാരിക്കുന്നുണ്ട്. ഏത് ക്ലാസ്സിലും ഞാനിത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അതായത് ഒരു കാര്യം, എന്ത് കാര്യമാവട്ടെ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ലൈഫില് നടക്കാനിരിക്കുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കും എന്ന് ഷുവറുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? അല്ലാതെ എനിക്ക് ബഹിരാകാശ സ്പേസിൽ പോണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കും? കാരണം നമുക്കത് പോസിബിൾ ആയിട്ട് തോന്നില്ല, അല്ലെ? പോകാൻ പറ്റുമായിരിക്കും ശ്രമിച്ചാൽ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത്ര വലിയ പോസിബിൾ ആയിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ, സ്പേസിൽ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് ഭയങ്കര റിസ്ക് ആണ്, പോസിബിൾ അല്ല. പക്ഷെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മളത് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു വിഷൻ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉറപ്പിച്ചോ, നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കാതിരിക്കുന്ന. ഓക്കെ, ഷുവറാണ്. അതിൽ നിങ്ങൾ അത് യോഗ ആണ് എന്നൊന്നും നിങ്ങളത് പറഞ്ഞു പോയില്ലെങ്കിൽ പോലും
നമ്മള് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, എല്ലാവരും വിശ്വാസികളാണ് അല്ലെ. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവങ്ങൾ എല്ലാവർക്കും. കുറച്ചുപേര് യൂണിവേഴ്സലിനെ വിശ്വസിക്കുന്നവരുണ്ടാവും, ഗോഡിനെ വിശ്വസിക്കുന്നവരുണ്ടാവും. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ആക്കാം. പക്ഷെ വിശ്വസിക്കുന്നവരാണ്, ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥനകൾ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ആ ദൈവം സാധിച്ചു തന്നു എന്നല്ലേ, അല്ലേ? പക്ഷെ ഞാൻ അതിൽ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ നടക്കും എന്ന് പറയുന്നത് തന്നെയാ. നമ്മളത് വിശ്വസിക്കും, നമ്മുടെ ദൈവം തന്നു എന്നായിരിക്കും. പക്ഷെ നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ നടക്കും, ഷുവർ ആണ്. അത് ആ യൂണിവേഴ്സ് നടത്തുന്നതായിരിക്കാം മേ ബി. പക്ഷെ നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള പറയാം, സിക്സ്ത് സെൻസ് എന്നോ എങ്ങനെയുള്ള പറയാം. പക്ഷെ അതങ്ങനെയാണ്. ഞാൻ പലപ്പോഴും പണ്ടാണെങ്കിൽ പോലും ഞാൻ പണ്ട് കണ്ടിരുന്ന കാര്യങ്ങൾ എന്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് നമ്മൾ വിചാരിച്ച് കാണുന്നതല്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകാം. ഉറങ്ങുമ്പോഴാണെങ്കിലും സ്വപ്നമാണെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഒരു നിമിഷം നമ്മൾ വേറെ ലോകത്തോട്ട് പോകും. അത് നമ്മൾ മനഃപൂർവ്വം ആലോചിക്കുന്നതായിരിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ പെട്ടെന്ന് ഈ നിമിഷമാണെങ്കിൽ പോലും നമ്മൾ പ്ലാൻ ചെയ്ത് ആലോചിക്കുന്നതായിരിക്കില്ല. ചിലപ്പോ നമ്മൾ പെട്ടെന്ന് എവിടേക്കോ പോകും. സംഭവിക്കും അത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ നടക്കുന്ന പറയാം. നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനുവേണ്ടി പ്രവർത്തിക്കും. അതാണ് അതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ആ ആഗ്രഹം നമുക്ക് വേണമെങ്കിൽ, ആഗ്രഹം നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ അറിയാതെ പോലും നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. പ്രവർത്തിക്കും, അത് സത്യം. പ്രവർത്തിക്കാതെ അത് നടക്കില്ല, അത് വേറെ കാര്യം. മിസ് പറഞ്ഞപ്പോ ഞാൻ ഫ്ലൈറ്റിലായിരുന്നു. എന്തോ മിസ് പറഞ്ഞപ്പോഴേ ഞാൻ ഫ്ലൈറ്റിലായിരുന്നു. അതെന്റെ ഒരു ആഗ്രഹമാണ്. ശ്രമിക്കണം എന്ന് മാത്രം. അതായത് എക്സാമിന് ഇംഗ്ലീഷിന് 100 മാർക്ക് വേണമെന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. 100 മാർക്ക് വേണം, 100 മാർക്ക് വേണം. എന്നാൽ ബുക്ക് അടച്ചു വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കി, 100 മാർക്കൊന്നും കിട്ടില്ല. ബുക്ക് തുറക്കരുത്, പ്രാർത്ഥന മാത്രം കൊണ്ടുപോവാ. നടക്കും അത്. അത്രയും അങ്ങനെ ചിന്തിക്കാം. ആഗ്രഹിക്കുന്നതോട് കൂടെ ചെറുതായിട്ട് നമ്മളത് പ്രാക്ടിക്കലി നമ്മളത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്താൽ മതിനെ. മടിയായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനാ ബുദ്ധിമുട്ടുള്ളൂ. സ്റ്റാർട്ടിങ് ആണ് ഭയങ്കര റിസ്ക് ആണ്, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനാ ബുദ്ധിമുട്ട്. സ്റ്റാർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകും. ഞാൻ പറയും ദൈവം പറയാ, അത്രേ ഉള്ളൂ. പിന്നെന്താ? ആരെന്താ പറഞ്ഞല്ലോ, സമയമില്ല, സമയം കഴിഞ്ഞു. നമുക്ക് 2 മണിക്കൂർ ക്ലാസ് ആണോ അല്ലെ? സമയം പോരാ, തീരെ പോരാ. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം, എനിക്കിന്ന് 4 ക്ലാസ് ഉണ്ട്. 4 മണിക്കൂർ ഞാൻ ഇരുന്ന് സംസാരിക്കണം. ഓക്കെ, 4ാമത്തെ ആവുമ്പോഴേക്കും ടയർഡാവും. അപ്പോ അറിയുള്ളൂ. വേറെ ഇനി പറയാനൊന്നും ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. 11:30 അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. അതിന്റെ പേരാലോ ഒന്ന് ക്ലാസ് ഒന്നും ഉണ്ടായില്ല. മേ ബി ജസ്റ്റ് വീക്ക്. നാളത്തെ ക്ലാസ്സിന്റെ എനിക്ക് പറയാം. ടേക്ക് ചെയ്യൂ പോലെ. ഓക്കെ, അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളോട്. നാളെ ഞാൻ തന്നെ വരണമെന്ന് നിർബന്ധത്തിലുണ്ടോ? അതിന്റെ ക്ലാസ് തന്നെയാണ്. ഞാൻ വന്നോന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണോ? എന്താണെങ്കിലും പറഞ്ഞോട്ടോ, ഡയറക്ട്ലി പറയാം. ഞാൻ ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്താണ്. ഓക്കെ, പറയുന്നത് അതായത് ഞാൻ ഓൾറെഡി 2 ക്ലാസ് അറ്റൻഡ് ചെയ്തു. എന്തോ കേട്ടില്ല? മിസ് എടുത്തോളൂ, കുഴപ്പമില്ല. അത് പറയട്ടെ. ഇപ്പൊ എന്റെ ക്ലാസ് എന്തായാലും വീക്കിലി 2 ക്ലാസ്സേ ഉള്ളൂ. 2 ക്ലാസ് എന്റെ കഴിഞ്ഞു. ഓക്കെ, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് പോർഷൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇനി 3ാമത്തെ ക്ലാസ്
വരണമെങ്കിൽ വരാം. ഇനി വരണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് ഫീൽ ചെയ്യോ ഒന്നുമില്ല കേട്ടോ. ഇനി എനിക്കത് ഫീൽ ചെയ്യോ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ പറയാണ്ട. എനിക്കത് പറയാന്നാണ്. ടു ബി ഓണസ്റ്റ് എന്ത് പറയുന്നത് പറയാം. വരണോ വേണ്ടേ ഇതിപ്പോ പറയണം. വരണം മിസ്. പറയുന്നുണ്ടെങ്കിൽ നാളെ അപർണ മിസ് ആയിരിക്കാൻ വരാം. ഓക്കെ, പറഞ്ഞു എന്തായാലും പറഞ്ഞു. ഇല്ലെങ്കിൽ ഇല്ല, അപർണ മിസ് വരട്ടെ എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. എന്തെങ്കിലും ഒന്ന് പറയൂ. അപർണ മിസ് ഓർ അശ്വതി മിസ്. എന്നെ തന്നെ പറഞ്ഞത് ഒരു ഇതുമില്ലാട്ടോ. ഞാനത് അത് ഞാൻ പറയാണ്. എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എന്റെ 10th ക്ലാസ് കഴിഞ്ഞ ആണ്. ഓക്കെ, പറഞ്ഞോളൂ, എന്താണെന്ന് വെച്ചാൽ പറയൂ. ഹാൻഡ് ഓവർ ചെയ്യണോ വേണ്ടയോ? യെസ് ഓർ നോ? പെട്ടെന്ന് സമയം പോണം. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. മിസ് വാ. മിസ് സെമിനാർ ആയിരിക്കുമല്ലോ മിസ്, എന്നാലും അപ്പൊ സെമിനാർ ടോപ്പിക്സും കഴിയുമല്ലോ. മിസ്സിന്റെ ക്ലാസ് മതിയല്ലോ. അപ്പൊ എല്ലാവരും ഒപ്പീനിയൻ എന്താ? ക്ലാസ് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഒപ്പീനിയൻ എന്താ? ക്ലാസ്സിന് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയാനെ മാം. ഞാൻ തന്നെ വരണമെന്നാണോ പറയുന്നേ? ആണോ? മാം നമുക്ക് നാളെ അഡ്വർബ് ക്ലോസും കൂടി അല്ലേ ഉള്ളൂ. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക് കഴിയുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പൊ നാളെയും കൂടി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണ്. എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മാമിന്റെ ഇഷ്ടം. കുഴപ്പമൊന്നുമില്ല, എനിക്കെന്ത് കുഴപ്പം? നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഒന്നും ഞാൻ ചുമന്നിരിക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നാളെ പ്രിപ്പയർ ചെയ്ത് വരും കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് തന്നെ ആയിരിക്കും, മാറ്റി വെക്കുക. ഓക്കെ, സൈൻ ഔട്ട് ഒന്ന് പെട്ടെന്ന് പറയാമോ? First of all, I express my thanks to Ashwati ma'am. Today's class is very special to us, and also I thanks to everyone to made this learning experience so valuable. Thank you. Okay, so thank you all. See you next class. Okay, bye. Thank you, Thank you, ma'am. ma'am.